ലോകമാകമാനം പ്രകാശം പരത്തിയ പ്രഭാവത്തിന്റെ പര്യായമായ പുണ്യപ്രവാചകർ, ലോകത്തിന്റെ മുഴുവനും നേതാവാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ വഴിയിലൂടെ മാനവികതയുടെ മനതലങ്ങളിൽ മോചനത്തിന്റെ മലർവാടി ഒരുക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാ സുജൂദിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നു, അസീസുൻ കഅസീസിൽ മിർജലി മിനൽ ബുകാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞിട്ട് വറവ് ചട്ടിയിൽ വെള്ളം അവിടുന്ന് തിളയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ വസ്തുക്കൾ ഇങ്ങനെ ഞെരിഞ്ഞ് പൊരിയുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധമായ ഹൃദയം അല്ലാഹുവിന്റെ മുമ്പിൽ കിടന്നുകൊണ്ട് പിടയ്ക്കുകയാണ്. പക്ഷേ നമ്മളിവിടെ ആഹ്ലാദങ്ങളുടെ, ആർഭാടങ്ങളുടെ, ജഗപുകകളുടെ ലോകത്താണ് ജീവിക്കുന്നത്. മോനെ, ഇവിടുത്തെ ഒരു ഭരണാധികാരിയുടെയും അധികാരം നിലനിൽക്കില്ല. ഇതൊരു ജാടയുടെ ലോകമാണ്. ഇവിടെ സ്ത്രീജനങ്ങളെ മുഴുവനും തെരുവിൽ വലിച്ചിറക്കിയ സംഘങ്ങൾ എവിടെ? പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീജനങ്ങളുടെ എണ്ണം കൂടുകയാണ്. ലോകത്തെ മെട്രോ സിറ്റികൾ വളരുന്നതിനേക്കാൾ കൂടുതൽ റെഡ് സിറ്റികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അരമനകളുടെ അകത്തളങ്ങളിൽ വ്യഭിചാരത്തിന്റെ നാറ്റമാണ്. അതുകൊണ്ടാണ് പൊന്നുമോളെ വിറ്റ് ജീവിക്കുന്ന മുസ്ലിം നാമധാരിയായ പിതാവിന് കോതമംഗലം സാക്ഷിയായത്. 20 25 വയസ്സിന് താഴെയുള്ള കൗമാര യൗവനങ്ങൾ അനാശാസ്യ പ്രവണതകളുടെ ആഴിയിലേക്ക് കൂടുതൽ കടന്നു വരികയാണ്. അവിടെയാണ് സഹപാഠിനിയെ പീഡിപ്പിച്ച കഥകളുടെ എണ്ണം വരുമ്പോ പ്രതികളുടെ വയസ്സ് കേവലം 16 17 പരിമിതപ്പെടുന്നത്. 10 വയസ്സുകാരനിൽ ലൈംഗിക ധ്വനി ഉയർത്തിയ സംസ്കാരമേതാണ്? 15 വയസ്സുകാരനെ തോന്നിവാസത്തിന് വഴിയൊരുക്കിയ ചിന്താധാര ഏതാണ്? ഇവിടെയാണ് ആധുനികതയെന്നും അഡ്വാൻസ്ഡ് എന്നും മോഡേണിസം എന്നും പരിഷ്കാരമെന്നും പുതിയതെന്നും എല്ലാം വിളിച്ചു പറയുന്ന കേവലമായ ഭൗതിക ജാടകളെ മുഴുവനും വലിച്ചെറിയേണ്ട കാലം വന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോ എന്തൊക്കെ തോന്നിവാസങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഹബീബേ ഖുദാ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ മുഴുവനും നേരിന്റെ, നെറിയുടെ, നീതിയുടെ, ന്യായത്തിന്റെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ മഹിതമായ വഴിയിലേക്ക് മാടി വിളിച്ചു കൊണ്ടുവന്ന നേതാവാണ്. ആ ഹബീബ് പാതിരാത്രിയിൽ ഉറങ്ങുകയല്ല. ഞാൻ കണ്ടത് നിങ്ങളെ കണ്ടാൽ ലളഹിഖ്തും ഖലീലാ വലബകൈതും കസീറാ. നിങ്ങളെ യാഥാർത്ഥ്യം അറിഞ്ഞാൽ, അഥവാ ഇതിനപ്പുറമുള്ള ലോകത്തിന്റെ പ്രയാസങ്ങളും ശരിയായ ലോകത്തിന്റെ ഗതിയും നിങ്ങൾ അറിഞ്ഞാൽ ലളഹിഖ്തും ഖലീലാ, നിങ്ങളെ കുറച്ചേ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയൂ. വലബകൈതും കസീറാ, നിങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു എന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവർ അവരാണ് മഹാന്മാരായ സ്വഹാബികൾ. ആ സ്വഹാബികളുടെ ജീവിതമോ ബഹുമാനപ്പെട്ട 1-ാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ്? രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, 1-ാമത്തെ ഖലീഫയാണ്. ലോക സാമ്രാജ്യങ്ങൾക്ക് നിയമപുസ്തകം എഴുതാൻ ലോ പഠിപ്പിച്ചു കൊടുത്ത നേതാവാണ്. ആ നേതാവായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പക്ഷേ രാത്രിയായാൽ ഹിവാറുഹു മഅ റബ്ബിഹി, അല്ലാഹുവിന്റെ മുമ്പിൽ സംഭാഷണത്തിലാണ്. പക്ഷേ വസ്തുത അറിയുന്നവർ കരയുകയാണ്. ഇവിടെ വ്യഭിചാരം അധികരിക്കുന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഭരണാധികാരി കരഞ്ഞിട്ടുണ്ടോ?
ഞാൻ ഭരിക്കുന്ന കേരളത്തിലെ, ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തെ ജനങ്ങളെല്ലാം മുക്കാക്കുടിയന്മാരായി പോയി, അല്ലെങ്കിൽ മുഴുക്കുടിയന്മാരായി പോയി. ഏതെങ്കിലും ഒരു പ്രസിഡന്റോ ഒരു പ്രധാനമന്ത്രിയോ ഒരു പ്രവിശ്യ ഗവർണറോ കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ലോകത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയാണ്. ഇവിടെ തോന്നിവാസങ്ങൾ അധികരിക്കുന്നതിന്റെ പേരിൽ കരയാൻ ആളുകളില്ല. ഇസ്ലാമിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ 100,000 ബുദ്ധിജീവികളുടെ പേന ഉയരും. അതേ സമയത്ത് ഇവിടെ തോന്നിവാസങ്ങൾ അധികരിക്കുന്നു. ബാല്യങ്ങൾ വൃത്തികെട്ട വൃത്തികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ കേരളത്തിലെ സാമൂഹിക ലോകത്തറിയപ്പെടുന്ന ബുദ്ധിജീവികൾ എവിടെ പോയി? അവാർഡ് നേടിയ, നൊബേൽ സമ്മാനങ്ങൾ നേടിയ, അതുപോലെ പത്മശ്രീകൾ നേടിയ ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം അവാർഡ് നേടി സാഹിത്യകാരന്മാരായി അടുക്കളയിൽ അടയിരിക്കുകയല്ലാതെ സാംസ്കാരിക കേരളത്തിന് വേണ്ടി പേനയെടുക്കാൻ ബുദ്ധിജീവികൾ മരിച്ചുപോയോ? അതേ സമയത്ത് ഇസ്ലാമിനെതിരെ എന്തെങ്കിലും ഒന്നുണ്ടായാൽ അപ്പോഴിറങ്ങും ഇവിടുത്തെ കുറെ ബുദ്ധിജീവികൾ. ഈ ബുദ്ധിജീവികളെ കൊണ്ട് ഈ സമുദായത്തിന് എന്താ കാര്യം? പണ്ട് സക്കറിയ ചോദിച്ചു, ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് കാര്യം? ഇപ്പൊ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം സമൂഹം വേദന അനുഭവിക്കുന്ന വിഷയങ്ങളിൽ പരിഹാരം എഴുതാൻ ആളുകളില്ല. ഏതെങ്കിലും ചില സാഹിത്യകൃതികളെ കുറിച്ച് നിരൂപണം എഴുതാൻ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിനെതിരെ ആരെങ്കിലും ഒന്ന് ശബ്ദിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിനെതിരെ പ്രസ്താവന ഇറക്കിയാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും. കഴിഞ്ഞ ആഴ്ചയിൽ ടൈംസ് ഓഫ് ഇന്ത്യ 2-3 ആഴ്ച മുമ്പ് ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ സൺഡേ ടൈംസ് കയ്യിൽ കിട്ടിയപ്പോൾ ഇന്ത്യയിലെ ഒരു പെണ്ണ് ഇസ്ലാമിന് എതിരെ വന്നിട്ട് ഇന്ത്യയിൽ കഴിഞ്ഞുകൂട്ടി. ബംഗ്ലാദേശുകാരിയായ ഒരു പെണ്ണ് ഇസ്ലാമിനെതിരെ എഴുതിയിട്ട് ഇന്ത്യയിൽ അധിവാസം കിട്ടിയ ഒരു പെണ്ണുണ്ട്. ഡൽഹിയിലാ താമസിക്കുന്നത്. ഈ രാജ്യത്തെ മൗലികമായ മതാവകാശങ്ങൾക്കെതിരെ ശബ്ദിച്ചു. പക്ഷേ അത് ഇസ്ലാമിനെതിരെ ആയതിന്റെ പേരിൽ അവർക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി. നോക്കുമ്പോഴോ 3 രാഷ്ട്രങ്ങളിൽ വിസിറ്റിംഗ് ലെക്ചററായി അവരെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല VIP സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലെ വലിയ വലിയ സമിതികളിലെ അംഗമായി മാറിയിട്ടുണ്ട്. ഓളിങ്ങളുള്ള ജീവിതകഥകൾ ലോകത്തിന്റെ മുമ്പിലേക്ക് ആ പെണ്ണ് എഴുതിക്കൊണ്ടിരിക്കുകയാ. ആ പെണ്ണിനുള്ള ക്വാളിഫിക്കേഷൻ എന്താ? ഇസ്ലാമിന്റെ നിയമങ്ങൾക്കെതിരെ അവള് ഒരുപാട് തോന്നിവാസങ്ങൾ എഴുതി വെച്ചു എന്നല്ലാതെ ആ പെണ്ണിന് പ്രത്യേകിച്ച് യോഗ്യതയൊന്നുമില്ല. പേര് പറഞ്ഞിട്ട് വെറുതെ പരസ്യപ്പെടുത്തേണ്ടതില്ല. അപ്പൊ ഇതേപോലെ ഒരുപാട് ആളുകൾ എവിടെയൊക്കെ ഇസ്ലാമിനെതിരെ പേനയെടുക്കാൻ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ പ്രസ്താവന നടത്തിയിട്ടുണ്ടോ, അവരുടെ കൃതികളിൽ സാഹിത്യമൂല്യം വേണമെന്നില്ല, ഭാഷാശുദ്ധി വേണമെന്നില്ല. ഇസ്ലാമിനെതിരെ വന്നാൽ അതിനെ മുഴുവൻ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആളുകളുണ്ട്. അതേ സമയത്ത് ഈ ലോകത്ത് മുഴുവനും TV സംസ്കാരത്തിലൂടെ, കേബിൾ സംസ്കാരത്തിലൂടെ, നീലച്ചിത്രങ്ങളിലൂടെ ഒരുപാട് കുട്ടികൾ അരുതായ്മയിലേക്ക് നീങ്ങുമ്പോ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളെവിടെ? ഇവിടെ നീതി നടപ്പിലാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എവിടെ? അതൊന്നും ഇവിടെ അജണ്ടയല്ല. അതേ സമയത്ത് ഇസ്ലാം ലോകത്തെ മുഴുവനും സമാധാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലാഹുവിലേക്ക് ചേരാൻ ആവശ്യപ്പെട്ട മതമാണ്. പ്രപഞ്ചാധികാരിയിലേക്ക് ചേരാൻ അവരുടെ പാതിരാത്രികളിൽ ആരാധനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രിയിൽ നിസ്കാരത്തിലാണ്. അറിയുമോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുറു അബൂബക്കർ യുസല്ലി ബിന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗശയ്യയിൽ കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറ ഒന്ന് നിസ്കരിക്കാൻ. ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഓ നബിയേ, എന്റെ വാപ്പാനോട് ഇമാമ നിൽക്കാൻ പറയല്ലേ. റജുലുൻ റഖീഖ്
അവിടുന്ന് മൃദുലമായ പാവമായ ഹൃദയമുള്ള ആളാണ്. ഇദാ ഖറഅൽ ഖുർആന ലാ യംലികു ദമഹു, ഖുർആൻ ഓതിയാൽ അവരുടെ കണ്ണുനീര് നിയന്ത്രിക്കാൻ അവർക്ക് സാധ്യമല്ല. ആശയം അറിഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗം പറയുമ്പോ ആശ കൊണ്ട് കരഞ്ഞു പോവുകയാണ്. നരകം പറയുമ്പോ പേടിച്ചുകൊണ്ട് കരയുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിം രക്ഷിതാക്കളെ, നമുക്ക് ഖുർആനിനോട് എന്ത് ബന്ധമാണുള്ളത്? നമ്മുടെ വീട്ടിലേക്ക് ചിലപ്പോ മുസ്ഹഫ് ഉണ്ടാകാം, എന്നാൽ ഇതിൽ എത്ര ആളുകളുണ്ട് ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതുന്നവരെവിടെ? പത്രം വായിക്കാൻ നമുക്ക് നേരമുണ്ട്, കമന്റ് അടിക്കാൻ നമുക്ക് സമയമുണ്ട്, അന്യരുടെ ന്യൂനതകൾ അന്വേഷിക്കാൻ നേരമുണ്ട്, നാട്ടുകാരുടെ വർത്തമാനങ്ങൾ അറിയാൻ നേരമുണ്ട്. പക്ഷേ ഉടമസ്ഥനായ റബ്ബ് ഔദാര്യമായി നൽകിയ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ടായിട്ട് ഒരു പേജൊന്ന് ഓതാൻ നേരമുണ്ടോ മോളെ? അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമെന്ന് പാരായണം ചെയ്യാൻ നേരമില്ല. പിന്നെ എന്താണ് നമുക്ക് ഖുർആനിനോടുള്ള ബന്ധം? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാനിന്റെ ബഹുമാനം എന്താണ്? ഖുർആൻ അവതരിപ്പിച്ച മാസമാണ്. ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസിയായാൽ അവൻ മധുര നാരങ്ങയെ പോലെയാണ്. റീഹുഹു ത്വയ്യിബുൻ വ തുഅമുഹു ത്വയ്യിബുൻ, അതിന് നല്ല ടേസ്റ്റ് ആണ്, നല്ല സുഗന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മസലുൽ മുഅ്മിനില്ലദീ ലാ യഖറഉൽ ഖുർആന, ഖുർആൻ ഓതാത്ത മുഅ്മിനിന്റെ ഉദാഹരണം കത്തംരി, കാരക്കയെ പോലെയാണ്. തുഅമുഹു ത്വയ്യിബുൻ, നല്ല ടേസ്റ്റ് ആണ്, പക്ഷേ ലാ റീഹ ലഹാ, അതിന് സുഗന്ധമില്ല. മസലുൽ മുനാഫിഖില്ലദീ യഖറഉൽ ഖുർആന കർറൈഹാൻ, ഖുർആൻ ഓതുന്ന കപട വിശ്വാസിയാണ്. അവന്റെ വിശ്വാസം പോക്കാണെങ്കിലും അവൻ ഓതുന്ന ഖുർആനിനൊരു മൂല്യമുണ്ട്. കർറൈഹാൻ, റൈഹാൻ പുഷ്പത്തെ പോലെയാണ്, അതിന് സുഗന്ധമുണ്ട്, പക്ഷേ ടേസ്റ്റ് ഇല്ല. ഖുർആൻ ഓതാത്ത കപട വിശ്വാസിയോ കൽഹന്ദലി, നമ്മുടെ നാട്ടിലൊക്കെ പുന്നക്ക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിന് രുചിയുമില്ല, സുഗന്ധവുമില്ല. അതുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, നമ്മുടെ കുട്ടികളൊക്കെ ഗോലിക്ക് പകരം കളിക്കാൻ ഉപയോഗിച്ചിരുന്നൊരു കായില്ലേ, അതിന് രുചിയുമില്ല, അതിന് സുഗന്ധവുമില്ല. അതുപോലെയാണ് കപട വിശ്വാസിയാണ്, ഖുർആൻ ഓതാത്തവനാണ്. എന്നാൽ അവന്റെ ഉദാഹരണമെന്ന് മദീനയിലെ രാജാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ മഹാനവറുകളുടെ കണ്ണുനീരു നിയന്ത്രിക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം അതേപടി പകർത്തിയ മഹാനാണ് അബൂബക്കർ സിദ്ദീഖ്. അതേപടി നിസ്കാരം പകർത്തിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. أخذ ابن الزبير الصلاة من أبي بكر وأخذها أبو بكر من النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ